Good afternoon. എല്ലാവരും ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളോ? ഇപ്പോ എല്ലാ ഡിവിഷൻ ആയതുകൊണ്ടൊക്കെയാണോ കേറാത്തെ? ജോയിൻ ചെയ്തുകൊണ്ടിരിക്കരുത്. നമ്മളപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തേർഡ് മൊഡ്യൂളിലെ ചാപ്റ്റേഴ്സ് ഒക്കെ ഒന്ന് പെട്ടെന്ന് റിവൈസ് ചെയ്ത് പോയായിരുന്നു നമ്മൾ, അല്ലെ? ഇനി നെക്സ്റ്റ് നമ്മൾ ഇന്ന് നമുക്ക് ഫോർത്ത് മൊഡ്യൂളിലെ ചാപ്റ്റേഴ്സ് ഒക്കെ ഒന്ന് പെട്ടെന്ന് ഓടിച്ച് പറഞ്ഞു പോകാം. ഈ ഫോർത്ത് മൊഡ്യൂളിൽ നമ്മൾ എടുത്ത ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയായിരുന്നു? മെഡിക്കൽ ഇൻഷുറൻസ്, സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം, ക്വാളിറ്റി മാനേജ്മെന്റ്, then responsibilities of hospital administration, then housekeeping service. ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ ഫോർത്ത് മൊഡ്യൂളിൽ ഞാൻ എടുത്തത്. അപ്പൊ അതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്കൊന്ന് റിവൈസ് ചെയ്യാം കേട്ടോ. റെഡിയായോ എല്ലാവരും? വായിച്ചു നോക്കിയായിരുന്നോ? ഫസ്റ്റ് ചാപ്റ്റർ ഒന്നാമത്തെ ചാപ്റ്റർ തന്നെയാണ് മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് നമ്മൾ നോക്കിയത്. അപ്പൊ അതിനകത്ത് നമ്മള് ഹെൽത്ത് ഇൻഷുറൻസ്, ഇൻഷുറർ ആരാണ്, ഇൻഷുർഡ് ആരാണ്, പിന്നെ അവിടെ പ്രീമിയം എന്താണ്, ആ കാര്യങ്ങളൊക്കെ, ക്ലെയിം, ഫസ്റ്റ് പാർട്ടി ക്ലൈം, തേർഡ് പാർട്ടി ക്ലൈം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് ഒന്ന് നോക്കണം. പിന്നെ അടുത്ത് നമ്മള് medical insurance is cover which looks after the hospitalization expenses based on the maximum sum insured of the insured with regard to the following situation. ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് ഈ മെഡിക്കൽ ക്ലൈം ഇൻഷുറൻസ് കവർ ചെയ്യുന്നതെന്നുള്ളത് അത് നോക്കാം. ABC 3 പോയിന്റ്സ് നോക്കാം. പിന്നെ ഇൻഷുറൻസ് ഫേംസ് ഇൻ ഇന്ത്യയിൽ ഇൻഷുറൻസ് ഫേം സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്, അതിന്റെ പേരുകൾ നോക്കി വെക്കുക. പിന്നെ അഡ്വാൻറ്റേജ് ആണ്, ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം, അതിന്റെ അഡ്വാൻറ്റേജ് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത്, ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതൊക്കെ ചോദിക്കാം. പിന്നെ അടുത്തത് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കവർ ചെയ്യുന്ന എക്സ്പെൻസുകൾ ഏതൊക്കെ. അപ്പൊ അതിനകത്ത് ഓരോന്നും നമുക്ക് സെന്റൻസ് അവിടെ ചോദിക്കാം കേട്ടോ. ഇൻപേഷ്യന്റ് ഹോസ്പിറ്റലൈസേഷൻ, hospitalization expense, inpatient hospitalization expense health insurance cover ചെയ്യുന്നുണ്ട്. Pre hospitalization expenses ഉണ്ട്, post hospitalization expenses, ambulance charges, day care treatment, day to day hospital cash, income benefits. അപ്പൊ അതിന്റെ ഓരോന്നും അവിടെ നോക്കാം കേട്ടോ. അത് ഏതിനകത്ത് വരുന്നതാണ് കേട്ടോ. പിന്നെ അടുത്തത് വന്നത് ഏതൊക്കെ ഇതിനകത്ത് കവർ ചെയ്യുന്നില്ല, ഹെൽത്ത് ഇൻഷുറൻസ് കവർ ചെയ്യാത്ത ഏതൊക്കെ ഡിസീസുകളെയാണ് അത് നോക്കി വെക്കുക കേട്ടോ. കോസ്മിക് സർജറി, IVF ആൻഡ് ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ്. പേജ് നമ്പർ എത്രയാണ്? മെഡിക്കൽ 3-ാമത്തെ പേജ് കേട്ടോ. ഏത് മൊഡ്യൂളാണ്? ഫോർത്ത് മൊഡ്യൂൾ കേട്ടോ. ഫോർത്ത് മൊഡ്യൂളിലെ 1-ാമത്തെ ചാപ്റ്റർ ഞാനിപ്പോ പറയുന്നത് മെഡിക്കൽ ഇൻഷുറൻസ്. ഓക്കെ, അപ്പൊ ഏതൊക്കെ ഡിസീസുകളെ നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് കവർ ചെയ്യാത്തത് ഏതൊക്കെയാണുള്ളത്, അതിന്റെ പേരുകളൊക്കെ നോക്കി വെക്കണം. പിന്നെ അടുത്തത് ഡിസീസ് നോട്ട് കവേർഡ് അണ്ടർ വെയിറ്റിംഗ് പീരീഡ്, കവർ ചെയ്യാത്ത ഡിസീസുകൾ ഇവിടെ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ അൾസേഴ്സ്, ഇനി ഫോം ഓഫ് ഫിസ്റ്റുല, ഇതിനൊന്നും കവർ ചെയ്യുന്നില്ല എന്നുള്ളത് അത് നോക്കണം. പിന്നെ
ടൈപ്സ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് ഏതൊക്കെയാണ്? ഹോസ്പിറ്റലൈസേഷൻ കവർ അതെല്ലാവരും നോക്കണം കേട്ടോ. അത് ഏതാണെന്നുള്ളത്. ഹോസ്പിറ്റൽ എക്സ്പെൻസസ് arising out of hospitalization owing to treatment needed for the illness or accident. സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടുള്ളതാണ്. അത് ഏത് ഹെൽത്ത് ഇൻഷുറൻസ് വരുന്നതാണ്, ഏത് കവറിൽ വരുന്നതാണ്? ഹോസ്പിറ്റലൈസേഷൻ കവർ. പിന്നെ ഹോസ്പിറ്റൽ ക്യാഷ് കവർ പറഞ്ഞു, ക്രിട്ടിക്കൽ ഇൽനെസ് കവർ, പേഴ്സണൽ ആക്സിഡന്റ് കവർ, ടോപ്പ് അപ്പ് കവർ. എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാനുള്ളത് ടോപ്പ് അപ്പ് കവറുകൾ. അപ്പൊ അത്രയും അത് നോക്കണം. പിന്നെ സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. ഈ പറയുന്ന 3 കണ്ടീഷൻസ് ഫോളോ ചെയ്യണം. പിന്നെ ബെനിഫിറ്റ്സ്, ഗവൺമെന്റ് ആൻഡ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമിന്റെ ബെനിഫിറ്റ്സ്. പിന്നെ ESIയുടെ പാരഗ്രാഫിൽ നമ്മൾ ഇയർ നോക്കാം, എക്സ്പാൻഡഡ് ഫോംസ് നോക്കാം, അതൊക്കെ പറഞ്ഞു. പിന്നെ അതിനകത്തെ ആ വേജസിന്റെ ഒക്കെ ഇത് പറയുന്നില്ലേ, എംപ്ലോയിയുടെ പേ ആവറേജ് എത്രയാ? 0.75% ഓഫ് ദ വേജ്. ആൻഡ് എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ എത്രയാ? 3.25% ഓഫ് ദ വേജ് ബില്ല്. അതൊക്കെ നോക്കണം. പിന്നെ അടുത്തത് ബെനിഫിറ്റുകൾ ഏതൊക്കെയാണുള്ളത് കേട്ടോ. സിക്നസ് ബെനിഫിറ്റ്, എക്സ്റ്റെൻഡഡ് സിക്നസ് ബെനിഫിറ്റ്, എൻഹാൻസ്ഡ് സിക്നസ് ബെനിഫിറ്റ്, അതിന്റെ ഇതൊക്കെ നോക്കി വെക്കാം. പിന്നെ മെറ്റർനിറ്റി ബെനിഫിറ്റ്, ഡിസേബിൾമെന്റ് ബെനിഫിറ്റ്, ഫ്യൂണറൽ ബെനിഫിറ്റ്, മെഡിക്കൽ ബെനിഫിറ്റ്. പിന്നെ അടുത്ത ESI കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? അതിനകത്തും നോക്കണം കേട്ടോ. എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ എത്രയാണ് അത് നോക്കണം. പിന്നെ അടുത്തത് ആർക്കൊക്കെയാണ് സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീമിന്റെ ബെനിഫിഷ്യറീസ് ആരൊക്കെയാണെന്നുള്ളത്. പിന്നെ അടുത്തത് വരുന്നത് CGHS കാർഡ്. അപ്പൊ അതിന്റെ ഓരോ കളറുകളില്ലേ സ്ട്രിപ്സിന്റെ, അതിന്റെ നോക്കാം കേട്ടോ. ഓരോന്നും എന്തിനാണ്, ബ്ലൂ എന്താണ്, റെഡ് എന്താണ്, ഗ്രീൻ ഏതിനെയാണ് കാണിക്കുന്നത്, അതൊക്കെ നോക്കി വെക്കാം. പിന്നെ RSBY കാർഡ് അതെന്താണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ഡേറ്റ്, BPL ഫാമിലിക്ക് ഉള്ളതാണ്, അതൊക്കെ നോക്കുക. പിന്നെ അടുത്തത് അതിന്റെ കവറേജ് ഏതൊക്കെയാണുള്ളത് കേട്ടോ. കവറേജ് ടു ബി ബെനിഫിഷ്യറീസ് ഓഫ് ദ RSBY എന്നുള്ളത്, അതിന്റെ ഹെൽത്ത് കവറേജ് നോക്കണം. പ്രീമിയം എത്രയാണ്? അതിന്റെ പ്രീമിയം 30 ആണ്, 30 രൂപയുള്ളൂ. വർഷത്തിൽ 30 രൂപയാണ് അതിന്റെ പ്രീമിയം എമൗണ്ട് വരുന്നത്. അത് പിന്നെ എക്സാമ്പിൾസ് ആണ്. പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻസിന് എക്സാമ്പിളുകളാണ്, പേരുകൾ നോക്കി വെക്കുക. പിന്നെ TPA, തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ, അത് നോക്കുക. TPA എക്സ്പാൻഡഡ് ഫോം നോക്കുക. പിന്നെ അതുപോലെ തന്നെ TPAയുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ഇൻഷുറൻസ്, ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്, പോളിസി ഹോൾഡേഴ്സ്, ഇതൊക്കെ അവരുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ്. പിന്നെ അടുത്തത് IRDAയുടെ റോള്, TPAയുടെ റോള്. അപ്പൊ എന്തൊക്കെയാന്നുള്ള പേരുകൾ മാത്രം നോക്കിയാൽ മതി കേട്ടോ. ഇൻഷുറൻസ് കമ്പനിയും പോളിസി ഹോൾഡറും തമ്മിലുള്ള ഒരു കണക്ഷൻ, റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നു, ക്ലെയിം സെറ്റിൽമെന്റ്, ഫുൾ ടൈം സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്, അഡീഷണൽ സപ്പോർട്ടുകൾ, അത് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. പിന്നെ തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ എക്സാമ്പിളുകളാണ് അവിടെ പറഞ്ഞേക്കുന്നത്. പിന്നെ അടുത്തത് പ്രോസസ്സിംഗ്, അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ക്ലൈമിന്റെ നമ്മുടെ ബജാജ് അലയൻസ് ഹെൽത്ത് ഇൻഷുറൻസിന്റെ ക്ലെയിം പ്രോസസ് ആണ് പറഞ്ഞേക്കുന്നത്. പിന്നെ ആ പ്രോസസ്സും എങ്ങനെയൊക്കെയാണുള്ളത്. പിന്നെ അടുത്തത് ഹോസ്പിറ്റൽ ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് മാനേജർ. വേറെ റെസ്പോൺസിബിലിറ്റി ഒന്നും നമുക്ക് പഠിക്കാനില്ല, അതൊന്ന് വെറുതെ വായിച്ചു വെച്ചാൽ മതി. ഇപ്പൊ റെസ്പോൺസിബിലിറ്റികൾ ഇൻക്ലൂഡ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്നൊക്കെ ചോദിക്കാം. അത്രയാണ് ആ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചത്. ഓക്കെ, കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം നമുക്കതില്. ഒന്ന് ഞാൻ പെട്ടെന്ന് ഒന്ന് ചാപ്റ്റർ ഒന്ന് റിവൈസ് ചെയ്താണ്. ഒരു 3-4 ക്വസ്റ്റ്യൻ വീതം നമുക്ക് നോക്കാം. Which of the following is not a benefit of ESI? Which of the following is not a benefit of ESI? ESIയുടെ ബെനിഫിറ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്നാ ചോദിച്ചേക്കണേ. പേഴ്സണൽ ആക്സിഡന്റ്, ഫ്യൂണറൽ ബെനിഫിറ്റ്, മെറ്റർനിറ്റി ബെനിഫിറ്റ്, സിക്നസ് ബെനിഫിറ്റ്. ഏതാ അതിനകത്ത് വരാത്തത്? ESIയുടെ ബെനിഫിറ്റിൽ വരാത്തത് പേഴ്സണൽ ആക്സിഡന്റ്, ഓപ്ഷൻ A ആണ്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ, എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ. എംപ്ലോയറിന്റെ ആണ് കേട്ടോ. എംപ്ലോയിയുടെയും കോൺട്രിബ്യൂഷൻ നമ്മൾ പറഞ്ഞു. കോൺട്രിബ്യൂട്ട് ഡാഷ് പെർസെന്റേജ് ഓഫ് വേജ് ബിൽ.
to ESA. എത്ര പെർസെന്റേജാ? ESAയുടെ എത്ര പെർസെന്റേജ് എംപ്ലോയറിന്റെ? 3.25. ഇവിടെ തന്നേക്കുന്നത് 3.5, 3.25, then 5%, then 5.4%. അങ്ങനെയൊക്കെയാ. അവിടെ 3.25% ആണ്. പിന്നെ അടുത്ത് നോക്കിയേ, dash covers the insured for expenses liable to be paid only on accident or only on account of accident. Dash covers the insured for expenses liable to be paid only on account of accident. Option A, top-up cover. Then option B, hospitalization cover. Option C, personal accident cover. Option D, none of the above. ഇതാണ് ആക്സിഡന്റിന്റെ പറയുമ്പോ. ഓക്കെ, ഓപ്ഷൻ സി ആണ് പേഴ്സണൽ ആക്സിഡന്റ് കവർ. The color of card not included in CGHS. നമ്മൾ കളർ കാർഡുകൾ പറഞ്ഞില്ല, അതിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്നാ ചോദിച്ചേക്കുന്നത് കേട്ടോ. ഓക്കെ, കളർ കാർഡുകൾ നമ്മൾ പറഞ്ഞു, ഓരോ ഇതിനും നമ്മള് സ്ട്രിപ്സ് പറഞ്ഞില്ലേ, ഓരോന്നിന്റെയും ഏതാണെന്ന് മെൻഷൻ ചെയ്യാൻ. അതിനകത്ത് കൊടുത്തേക്കുന്നത് ഇൻക്ലൂഡ് ചെയ്യാത്തതാണ് കേട്ടോ ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എയില് ബ്ലാക്ക്, ഓപ്ഷൻ ബിയില് റെഡ്, ഓപ്ഷൻ സിയില് യെല്ലോ, ഓപ്ഷൻ ഡിയില് നൺ ഓഫ് ദ എബോ. ഏതാണ് ഇൻഡിക്കേറ്റ് ചെയ്യാത്തത്, ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതാണ്? ബ്ലാക്ക് ആണ് അല്ലെ, ഓപ്ഷൻ എ ആണ്. അതെല്ലാരും നോക്കണം കേട്ടോ, കളർ കാർഡ് ഒന്ന് നോക്കി വെച്ചാൽ. യെല്ലോ, ബ്ലൂ, റെഡ്, ഗ്രീൻ, 4 കളർ കാർഡുകളാണ് നമ്മള്, കളേഴ്സ് ആണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാത്തത് ബ്ലാക്ക് ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. When did RSBY came into existence? March 1st, 1954. Option B, April 1st, 1948. Then next option C, April 1st, 2008. Then option D, March 1st, 2008. Option C, April 1st, 2008 അതേക്കുന്നത്. പിന്നെ അവിടെ ചോദിച്ചേക്കുന്നത് പറഞ്ഞാൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഓഫ് TPA ഇൻക്ലൂഡ്സ് ആരൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഓപ്ഷൻ എയില് ഇൻഷുറൻസ്, ഓപ്ഷൻ ബിയില് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്, ഓപ്ഷൻ ബിയില് ബോത്ത് എ ആൻഡ് ബി, ഓപ്ഷൻ ഡിയില് നൺ ഓഫ് ദ എബോ. ഓപ്ഷൻ സി രണ്ടും അല്ലെ, ഇൻഷുറൻസും ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സും വന്നിട്ടുണ്ട്. ഓക്കെ, ബോത്ത് എ ആൻഡ് ബി, ഓപ്ഷൻ സി ആണ് കറക്റ്റ്. പിന്നെ അടുത്ത IRDA സ്റ്റാൻഡ്സ് ഫോർ ഇൻഷുറൻസ് Regulatory Development Authority, Indian Regulatory Development Authority, Insurance Regulatory Development Administrator. Then option D, none of the above. Insurance Regulatory Development Authority. Okay, option A is correct. The fees of third-party administrator is normally dash 10.5% of premium, 5.5% of premium, 7.4% of wages, then 3.4% of wages. The answer option B ആണ്
നമ്മൾ പഠിച്ചതാണ് 5.5% ഓഫ് പ്രീമിയം ഫീസ്. തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്ററിന്റെ ഫീസ് 5.5% ഓഫ് പ്രീമിയം. പ്രീമിയത്തിന്റെ 5.5%. പിന്നെ അവിടെ RSBYയുടെ എക്സ്പാൻഡഡ് ഫോം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമ യോജന. രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമ യോജന അത് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അടുത്തത് which of the following is included in the examples for private health insurance plan? Plan ആണ് അവിടെ ചോദിച്ചേക്കുന്നത്. Examples for private health insurance plan. അതിനകത്ത് ഓപ്ഷൻ എയില് ബജാജ് അലയൻസ് ഹെൽത്ത് കാർഡ്, then ഓപ്ഷൻ ബിയില് ഭാരതി ആക്സ സ്മാർട്ട് സൂപ്പർ ഹെൽത്ത് പ്ലാന്, then ഓപ്ഷൻ സിയില് ടാറ്റ AIG മെഡി കെയർ പ്ലാന്, ഓപ്ഷൻ ഡിയില് ഓൾ ഓഫ് ദ എബോവ്. എക്സാമ്പിൾസ് ആണ്. ആ പേര് മാത്രം നോക്കിയാൽ മതി. എല്ലാവരും വരുന്നതാണ് അല്ലെ? എല്ലാവരും വരുന്നതാണ്. പിന്നെ which of the following is the hospitalization expense? Is the hospitalization expense met by insurer? Which of the following is the hospitalization expense met by the insurer? ഏതാണ് hospitalization expense meet ചെയ്യുന്ന ഏതാണ്? ഓപ്ഷൻ എയില് ICU charges, then ഓപ്ഷൻ ബിയില് cosmic surgeries, ഓപ്ഷൻ സിയില് fertility charges, ഓപ്ഷൻ ഡിയില് all of the above. ഇതിനകത്ത് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് ഏതാണ് മീറ്റ് ചെയ്യുന്ന ഇൻഷുറർ? ഓപ്ഷൻ ICU ചാർജ്. അത് മിക്കവാറൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട് കേട്ടോ. ഏത് ചാർജ് ആണ് എന്നൊക്കെ ഉള്ളത് കവർ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ബെനിഫിറ്റ്സും അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ബെനിഫിറ്റ്സിൽ വരുന്നതും ഒക്കെ. അത്രയൊക്കെയാണ് അതിനകത്ത്. നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു പോയല്ലോ, കവർ ചെയ്യാത്ത ഡിസീസുകള് അതിന്റെ പേര് കണ്ട് കോസ്മിക് സർജറി, IVF, ഇതിനൊന്നും ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് കൊടുക്കുന്നില്ല. ഓക്കെ, അപ്പൊ അത്രയും നോക്കാം. ഇനി നെക്സ്റ്റ് നമ്മള് സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം ആണ് കേട്ടോ. സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം 5ാമത്തെ ചാപ്റ്റർ അല്ലെ? പേജ് നമ്പർ ഒന്ന് പറഞ്ഞേ നിങ്ങള്. ഞാനത് സ്ക്രോൾ ചെയ്തെടുക്കുന്നത് ഈ സമയം. എത്രയാ നിങ്ങളുടെ കയ്യിൽ കിടക്കുന്ന പേജ് നമ്പർ? 33 ആണോ? പേജ് നമ്പർ 33. അതിനകത്ത് നമ്മൾ ആദ്യം ഓരോ ഗ്യാസുകളും ടൈപ്പ് ഓഫ് മെഡിക്കൽ ഗ്യാസസ് യൂസ്ഡ് ഇൻ ഹോസ്പിറ്റൽ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. മെഡിക്കൽ എയർ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ദെൻ നൈട്രജൻ, നൈട്രസ് ഓക്സൈഡ്, വാക്വം, കംപ്രസ്ഡ് എയർ, അത് ഓരോന്നും നോക്കാം. പിന്നെ ഓരോന്നും ഓരോ ഗ്യാസും കുറച്ച് മോക്ക് ടെസ്റ്റിലൊക്കെ നമ്മൾ ചെയ്തതാണ്. ഏത് ഗ്യാസ് ആണ് ഇപ്പൊ മെഡിക്കൽ സർജറീസ്, അല്ലെങ്കിൽ നമുക്ക് ഓരോന്നും എടുത്ത് ചോദിക്കാം. വിച്ച് മെഡിക്കൽ ഗ്യാസ് ഈസ് യൂസ്ഡ് ഫോർ ലാപ്രോസ്കോപ്പി, എൻഡോസ്കോപ്പി. അപ്പൊ അങ്ങനെ നമ്മൾ അതിന് ആ ഒരു സർജറിക്ക് ഉപയോഗിക്കുന്ന മെഡിക്കൽ ഗ്യാസ് ഏതാണ് അങ്ങനെ ചോദിക്കാം കേട്ടോ അവിടെ മെഡിക്കൽ ഗ്യാസസിനകത്ത്.
അപ്പൊ അത് ആ 7 എണ്ണം നോക്കി വെക്കുക, ഓരോ മെഡിക്കൽ ഗ്യാസും. പിന്നെ അതുപോലെ തന്നെ നമ്മള് ലാഫിംഗ് ഗ്യാസ് എന്നറിയപ്പെടുന്നത് നൈട്രസ് ഓക്സൈഡ്. പിന്നെ അടുത്തത് നമ്മള് സക്കീരിയാൻ, സക്ഷൻ, പേഷ്യന്റ് ഡ്രെയിനിങ്, ആസ്പിറേഷൻ, സക്ഷൻ, അതിലുപയോഗിക്കുന്നത് വാക്വം. അത് 7 എണ്ണം നോക്കുക. പിന്നെ അടുത്തതാണ് നമ്മള് കമ്പോണൻസ് ആണ്, സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തിന്റെ കമ്പോണൻസ് 6 എണ്ണം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അത് നോക്കുക. ഓരോന്നും എന്താണ് സോഴ്സ്, അലാറം റെസിസ്റ്റൻസ്, ഔട്ട്ലെറ്റ്, സെക്കൻഡറി എക്യുപ്മെന്റ്സ് ഒക്കെ. പിന്നെ മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം കൊണ്ടുള്ള അഡ്വാൻറ്റേജ്, പേഷ്യൻസിന് എന്തൊക്കെയാണ്, ഹോസ്പിറ്റൽ സ്റ്റാഫിന് എന്തൊക്കെ അഡ്വാൻറ്റേജ് ആണ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന് എന്തൊക്കെ അഡ്വാൻറ്റേജ് ആണ്, അത് നോക്കണം. പിന്നെ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞത് ഓരോ ഗ്യാസുകളും അതിന്റെ കളർ കോഡും. അതിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് എക്സാമിന് എന്തായാലും ചോദിക്കാറുണ്ട് അവിടെ കേട്ടോ, ഏതെങ്കിലും ഒരു ഇത് നമുക്ക് എക്സാമിന് ചോദിക്കാറുണ്ട്. പിന്നെ അടുത്തത് ബാക്കിയൊക്കെ നിങ്ങൾ അതിന്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്, അതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക. BP എന്താണ്, ഡ്യൂട്ടീസ്, സൂപ്പർവൈസറിന്റെ, മാനിഫോൾഡ് ഓപ്പറേറ്ററിന്റെ ഡ്യൂട്ടി, അത്രയാണ് ആ ചാപ്റ്ററിൽ വരുന്നത്. കുറച്ച് ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ നിന്നുള്ളത് എത്രത്തോളം ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം കേട്ടോ. നോക്കിയേ, dash is the color code of oxygen cylinder. Dash is the color code of oxygen cylinder. Okay. Oxygen, white. Okay, white. പിന്നെ അടുത്തത് what is known as a medical event? ഒന്ന് ശ്രദ്ധിക്കാത്ത question. What is known as the medical event where the ability of a person to breathe stop? ഏത് ഇവന്റ് ആണ്? breathe stop. Ability of a person to breathe stop. Option A kidney failure, option B respiratory failure, then option C liver failure, option D none of the above. Breathe stop. Okay, respiratory failure. Which medical gas is used for endoscopy? Which medical gas is used for endoscopy? Oxygen, option B nitrogen, option C carbon dioxide, option D nitrous oxide. ഇതാണ് carbon dioxide അല്ലേ? Carbon dioxide. Okay. Which gas is known as laughing gas? Option A carbon dioxide, option B sulfur dioxide, option C nitrous oxide, then option D carbon monoxide. ഏതാ? nitrous oxide അല്ലേ? option C ആണ് correct, nitrous oxide. Dash air is used for medical and non-medical purposes. Medical, non-medical purposes. Nitrous oxide, compressed air, vacuum, none of the above. Option B, compressed air. Okay. Which of the following comes under gas distribution system? Which of the following comes under gas distribution system? Distribution system വരുന്ന ഏതാണെന്നാ ചോദിച്ചേക്കുന്നത് കേട്ടോ. ഓപ്ഷൻ എയില് വാർണിംഗ് ആൻഡ് അലാറം സിസ്റ്റം, ഓപ്ഷൻ ബിയില് പൈപ്പിംഗ് നെറ്റ്വർക്ക്, ഓപ്ഷൻ സിയില് ഔട്ട്ലെറ്റ് ആൻഡ് ഇൻലെറ്റ്, ഓപ്ഷൻ ഡിയില് നൺ ഓഫ് ദ എബോവ്. ഡിസ്ട്രിബ്യൂഷൻ ഏതാ? ഓപ്ഷൻ ബി അല്ലേ, പൈപ്പിംഗ് നെറ്റ്വർക്ക്. പൈപ്പുകളല്ലേ, പൈപ്പിൽ കൂടെ അല്ലേ ഡിസ്ട്രിബ്യൂഷൻ ചെയ്തതാ നമ്മുടെ ഇതൊന്ന് നോക്കി. കണ്ടോ, ഇതിനകത്ത് നോക്കിയ പൈപ്പിംഗ് നെറ്റ്വർക്ക് എന്താ, അതിന്റെ ബ്രാക്കറ്റ് കൊടുത്തേക്കുന്നുണ്ട്. ഏതാ? ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, വിതരണ സംവിധാനമാണ്. എല്ലാ പേഷ്യന്റിന്റെ അടുത്തേക്കുമൊക്കെ നമ്മൾ ഈ ഗ്യാസ് വിതരണം ചെയ്യുന്ന, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഏതാണ്? പൈപ്പുകളാണ്, പൈപ്പിംഗ് നെറ്റ്വർക്ക് ആണ്. വാൽവ് എന്ന് പറഞ്ഞാൽ ടു കൺട്രോൾ മെത്തേഡ് ആണ്. വാർണിംഗ് ആൻഡ് അലാറം സിസ്റ്റം ഫോർ മോണിറ്റർ ചെയ്യാനാണ്. then outlet and inlet to supply the gases. നാലെണ്ണം, അതിൽ ഒരെണ്ണമാണ് അവിടെ ചോദിച്ചേക്കുന്നത്.
which method is used to make the pipes in centralized gas system? Option mock test option A zinc, option B silver, option C copper, iron. Copper. Copper. Which of the following comes under secondary equipments? Secondary equipments gas flow meter, gauge, vacuum regulator, all of the above. Gas flow meter okay. The last the secondary equipments gas flow meter, gauge, vacuum regulator, all of the above. Answer option D is correct answer. What is the function of area alarm? What is the function of area alarm? Okay, option A, monitor the main gas line. Monitors the main gas line. Option B, monitor the condition to specific critical area. Monitor the condition to specific critical care area. Option C, both the A and B, none of the above. B. Specific critical care area and monitoring area alarms. Expand MSDS. Expand MSDS. The material safety data sheet. Material safety data sheet. MSD. MSDS. The cylinder valve is opened by turning the hand wheel or cylinder valve key dash. Cylinder valve is open by turning the hand wheel or cylinder valve key in the direction anti-clockwise. Open anti-clockwise, then close clockwise direction. Oxygen color code. Which of the following is an advantage of centralized medical gas system for patient? Which of the following is an advantage of centralized medical gas system for patient? Patient in advantage. Option A, swift availability of gases on taps. Then option B, the minimal accident risk due to mishandling of the cylinders. Option C, the economy on purchase of cylinder. Then option D, there will be no disturbing sight of oxygen cylinder at bedside. Then patient in the advantage. Option D, bedside and oxygen cylinder disturbing sight kaazha. Then which of the following not comes under PPE in centralized medical gas system? Centralized medical gas system related PPE include PPE option A, long pants. Option B, gloves. Option C, headset. Option D, covered toe shoes. And the PPE option C, headset. Headset. Which of the what is the full form of ERP? ERP, emergency response plan, emergency room plan, emergency range plan, emergency right plan. Is option A, emergency response plan. Take the next chapter. Quality management. Page number on the 51.
Quality management. ക്വാളിറ്റി മാനേജ്മെന്റില് ക്വാളിറ്റി എന്താണ്, ക്വാളിറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന വേർഡ്സുകൾ ഏതൊക്കെയാണ്, പിന്നെ അതിനകത്ത് നമ്മള് കമ്പോണൻസ് 9 ഉള്ളതുകൊണ്ട് അത് 9 നോക്കി വെക്കുക കേട്ടോ. കമ്പോണൻസ് ഓഫ് ക്വാളിറ്റി ഹെൽത്ത് സർവീസ് ഏതൊക്കെയാണെന്നുള്ളത് കമ്പോണൻസ് നോക്കാം. അസസ്, ടെക്നിക്കൽ കോമ്പീറ്റൻസ്, എക്വിറ്റി, എഫക്റ്റീവ്നെസ്, എഫിഷ്യൻസി, കണ്ടിന്യൂറ്റി, സേഫ്റ്റി, ഇന്റർപേഴ്സണൽ റിലേഷൻസ്, അമ്യൂണിറ്റീസ്. അത് നോക്കുക, അതിനകത്ത് വരുന്നത് ഏത്. പിന്നെ ബാക്കിയൊക്കെ നമ്മളൊക്കെ ഇതൊക്കെ പാരഗ്രാഫ് പോലെ വെറുതെ ഒന്ന് വായിച്ചൊക്കെ നോക്കാം. പിന്നെ അതിനകത്ത് ഓരോന്ന് ഏതാണ് മീൻ ചെയ്യുന്ന, അമ്യൂണിറ്റീസ് എന്താണ്, ഹെൽത്ത് ഫെസിലിറ്റി ആണ് അതൊക്കെ. പിന്നെ അടുത്തത് പെർസ്പെക്റ്റീവ്സ് ഓഫ് ക്വാളിറ്റി, ക്വാളിറ്റിയുടെ വീക്ഷണങ്ങൾ. ഈ ഓരോരുത്തരും ക്വാളിറ്റിയുടെ പങ്ക് ഏതാണത്, പേഷ്യന്റ്, ക്ലയന്റ്, ഹെൽത്ത് സ്റ്റാഫ്, ഹെൽത്ത് കെയർ മാനേജർ, ഇവർക്കൊക്കെ ക്വാളിറ്റിയിലുള്ള പങ്ക്. പിന്നെ അടുത്ത അക്രഡിറ്റേഷൻ ആണ് പറയുന്നത്. ബെനിഫിറ്റ് എന്തൊക്കെയാണ് അക്രഡിറ്റേഷന്റെ, JCI, ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ. പിന്നെ അടുത്തത് JCI അക്രഡിറ്റേഷൻ, 8 ടൈപ്പ് ഓഫ് ഹെൽത്ത് പ്രോഗ്രാമിന് അക്രഡിറ്റേഷൻ കൊടുക്കുന്നുണ്ട്. അത് ഏതൊക്കെയാണുള്ളത് അത് നോക്കണം. പിന്നെ 5th എഡിഷൻ, അതിൽ 4 സെക്ഷനുകൾ, സെക്ഷൻ 1, സെക്ഷൻ 2, സെക്ഷൻ 3, സെക്ഷൻ 4, 4 സെക്ഷന്റെ പേര്. പിന്നെ അതിനകത്ത് എക്സ്പാൻഡഡ് ഫോം ആയിട്ട് ഏതെങ്കിലും വേണമെങ്കിൽ ചോദിക്കാം. അപ്പൊ അതൊക്കെ ഒന്ന് എക്സ്പാൻഡഡ് ഫോം നോക്കി വെക്കണം. പിന്നെ അടുത്തത് അതിനകത്ത് ഈ അക്രഡിറ്റേഷൻ സർവേസ്, സ്കോറിങ്, പിന്നെ നാബില് നമ്മൾ ഇതിനകത്ത് നോക്കണം കേട്ടോ. നാബിന്റെ ഗൈഡ് ബുക്കില് 10 ചാപ്റ്റർ, 100 സ്റ്റാൻഡേർഡ്സ്, 651 ഒബ്ജക്റ്റീവ് എലിമെന്റ്സ്. അതില് ഓരോന്നും 1 or 2 കാറ്റഗറി, ഇതൊക്കെ ഇതൊക്കെ നോക്കാം. പിന്നെ അടുത്തത് നാബ് സ്റ്റാൻഡേർഡ് പേഷ്യന്റ്, അത് നോക്കണം. പേഷ്യന്റ് സെന്റേഡ് സ്റ്റാൻഡേർഡ്സിൽ വരുന്നത് ഏത്, ഓർഗനൈസേഷൻ സെന്റേഡ് സ്റ്റാൻഡേർഡ്സിൽ വരുന്നത് ഏതെന്ന് ചോദിക്കാം. പിന്നെ നമ്മൾ ഇക്വേഷൻസ് ആണ് നമ്മൾ പറഞ്ഞത്. ഫോർമുലാസ് ബൈ ഹാർട്ട് ചെയ്യേണ്ട, നമ്മൾ ഫോർമുല കണ്ടുപിടിക്കാനുള്ള ഒരു ടെക്നിക്ക് നമ്മൾ നോക്കിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് ഒരുപാട് സമയം നിങ്ങൾ കളയണ്ട ഫോർമുലാസിന്റെ. അത്രയും കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് വരുന്നത്. അതിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. Which of the following not comes under the components of quality health service? Which of the following not comes under the components of quality health service? Option A equity, option B efficiency, option C privacy, option D continuity. Privacy. Okay, privacy. Option C are correct. Privacy. Who among the following are involved in service delivery? Health staff, option B health manager, option C client, option D all of the above. നമ്മൾ പറഞ്ഞില്ല സർവീസ് ഡെലിവറിയില് പങ്കാളികൾ ആരൊക്കെയാണ്? Who among the following are involved in service delivery? Prospectives of quality എന്ന് പറഞ്ഞ ക്വാളിറ്റിയുടെ വീക്ഷണങ്ങള്. ഓരോരുത്തരും ക്വാളിറ്റിക്ക് കൊടുത്തേക്കുന്ന ആ ഒരു എന്താ പറയാ പങ്ക് ഇവിടെ പറഞ്ഞില്ലേ നമ്മള്. Perspectives of quality എന്നുള്ളത് patient അല്ലെങ്കിൽ client, the health staff, health care manager, ഒരു 3 പേരും വരുന്നുണ്ട്. all of the above ആണ് correct. In which of the following health program is accredited by JCI?
JCI accreditation കൊടുക്കുന്ന health program ഏതൊക്കെയാണ്? A എന്ന് പറഞ്ഞ ഹോസ്പിറ്റലുകൾ, A hospitals, option B primary care centers, option C clinical laboratories, option D all of the above. Hospitals, option A hospitals, option B primary care centers, option C clinical laboratories, option D all of the above. Okay, option D is correct, all of the above. Next, expand PFE. PFE, patient and family education, patient and family entertainment, patient and family equity. Then option D, none of the above. Patient and family education. Adana PFE എന്ന് പറയുന്നത്. JCI accredit dash type of health care program. എത്ര തരത്തിലുള്ള health care programന് accreditation കൊടുക്കുന്നു? 8 തരം അല്ലേ? നമ്മുടെ പേരുകൾ നോക്കിയതാണ്. 2, 4, 6, 8. 8 തരത്തിലുള്ള health care programsന് accreditation കൊടുക്കുന്നുണ്ട്. The NAAC standards are reformed every dash years. NAAC സ്റ്റാൻഡേർഡുകൾ പുനഃപരിശോധിക്കുന്നത് എത്ര വർഷം കൂടുമ്പോഴാന്ന് പറഞ്ഞേ? 4 വർഷം അല്ലെ? 4. Reformed every 4 years. In NAAC standards, out of 651 objective elements, 102 are in dash category. Core category, option B commitment category, option C achievement category, option D excellence category. രണ്ടെണ്ണം ഏതിന് വരുന്ന? പ്രധാന വിഭാഗം അല്ലെ? കോർ കാറ്റഗറിയിൽ വരുന്ന. പിന്നെ ഫോർമുലാസ് ആണ്. അതിന് നമ്മൾ ഒരുപാട് സ്ട്രെസ് കൊടുക്കണ്ട. ഇത് നമ്മള് ഇത് മെയിൻ എക്സാം ആണ്. അപ്പൊ ഗ്രേഡുകൾ ഉള്ളവര് ഗ്രേഡിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് തന്നെ പഠിക്കാം കേട്ടോ. ഗ്രേഡുകൾ നന്നായിട്ട് പഠിക്കാം. എല്ലാ ചാപ്റ്റേഴ്സും ചാപ്റ്റർ വൈസ് ആയിട്ട് തന്നെ നിങ്ങൾ ഓരോ പേപ്പർ ഇതുണ്ടല്ലോ. ഫസ്റ്റ് പേപ്പർ, അതിന്റെ എക്സാം ഫസ്റ്റ് പേപ്പർ ആണ്. അപ്പൊ നിങ്ങൾ ഇതൊക്കെ നോക്കുക, മോക്ക് ടെസ്റ്റുകൾ നോക്കുക, ഗ്രേഡും അതിന്റെ ഒപ്പം തന്നെ ഇരുന്ന് പഠിക്കുക കേട്ടോ. പിന്നെ അടുത്തത് ഫോർമുലാസിൽ ഇപ്പൊ ഞാൻ പറയുള്ള അത് നിങ്ങൾക്ക് നമ്മള് മോക്ക് ടെസ്റ്റിൽ ഞാൻ ഇഷ്ടംപോലെ തന്നിട്ടുണ്ട്. നമ്മളത് എടുത്തതിന്റെ അനുസരിച്ച് 5 എണ്ണത്തിന് തന്നിട്ടുണ്ട്. അപ്പൊ അതിന് ഒരുപാട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട. ജസ്റ്റ് എന്താ പറയാ, കണ്ടാൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ കാണുമ്പോഴത്തേക്ക് നമുക്ക് അറിയാൻ പറ്റും ഫോർമുല ഏതാണെന്നുള്ളത്. പിന്നെ നമ്മൾ എടുത്തത് ഹൗസ് കീപ്പിംഗ് ആണ്. ഹൗസ് കീപ്പിംഗ് റെസ്പോൺസിബിലിറ്റി 2 ചാപ്റ്റർ കൂടെ ഉള്ളത്. ഹൗസ് കീപ്പിംഗ് പേജ് നമ്പർ പറഞ്ഞേ 17 അല്ലെ? Housekeeping service. ഹൗസ്കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ക്ലീനിങ് ആണ് അല്ലെ? ഹോസ്പിറ്റലില് ക്ലീനിങ് കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് വരുന്നത്. അപ്പൊ അതിനകത്ത് എന്താണ് ഹൗസ്കീപ്പിംഗ് സർവീസ് ഇമ്പോർട്ടന്റ് ആണ് ഹോസ്പിറ്റലില്. എന്താണ്? ടു സേഫ് providing safe, clean, pleasant, orderly and functional environment for both the patient and hospital officials. അവർക്ക് നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള സെക്യൂരിറ്റി ആയിട്ടുള്ള നല്ലൊരു പ്ലസന്റ് അറ്റ്മോസ്ഫിയർ പ്രൊവൈഡ് ചെയ്യാൻ ഹൗസ് കീപ്പിംഗ് സർവീസ് വേണം. ഹൗസ് കീപ്പിംഗ് സർവീസ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് എൻവയോൺമെന്റൽ സർവീസ്. പിന്നെ അടുത്തത് ഹൗസ് കീപ്പിംഗിന്റെ 3 ഇമ്പോർട്ടന്റ് ടാസ്കുകൾ, ഹൗസ് കീപ്പിംഗ് ടാസ്കുകള്, പിന്നെ ഇമ്പോർട്ടൻസ്, ഹൗസ് കീപ്പിംഗിന്റെ പ്രാധാന്യം എന്താണ്, അതൊക്കെ നമ്മൾ അനലൈസ് ചെയ്തിട്ടത് തന്നെയാണ്. എന്തൊക്കെയാണ്
ഒരു ഹൈജീനിക് എൻവയോൺമെന്റ് നൽകാനായിട്ട്, കമ്മ്യൂണിറ്റിയുടെ പ്രതീക്ഷകള് നിറവേറ്റാനായിട്ട്, ഹോസ്പിറ്റലിന്റെ പ്രശസ്തി നിലനിർത്താൻ, ഹോസ്പിറ്റലിന്റെ ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യാൻ. പിന്നെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് ഹൗസ് കീപ്പിംഗിന്റെ ഒബ്ജക്റ്റീവ്സ്? പിന്നെ ലൊക്കേഷൻ എവിടെയായിരിക്കണം എന്ന് പറഞ്ഞേക്കണേ. പിന്നെ നോൺ പ്രൈം ഏരിയ, അധികം പ്രാധാന്യമില്ലാത്ത സ്ഥലത്തായിരിക്കണം. പിന്നെ ഓർഗാനോഗ്രാം 3 ലെവലാണ്: എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ, മാനേജർ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ ആൻഡ് ഫ്ലോർ സൂപ്പർവൈസേഴ്സ്, ഹൗസ് കീപ്പിംഗ് എംപ്ലോയീസ്. പിന്നെ ഫെസിലിറ്റീസ്, സ്പേസ് റിക്വയർമെന്റ്സ് ഒക്കെ നോക്കാം. ഫങ്ഷൻസ് നോക്കാം: ഡെയിലി ക്ലീനിങ്, പീരിയോഡിക് ക്ലീനിങ്, trash and garbage removal, discharge cleaning, extermination and bugs and pests, prevention spread of infection and ensuring conditions for good patient care, then watering indoor plants. ഇതൊക്കെയാണ് ഫങ്ഷൻസ്. ഇത് 2 തരത്തിലുള്ള ഹൗസ് കീപ്പിംഗ് സർവീസ്: ഇൻ ഹൗസ് സർവീസും ഔട്ട്സോഴ്സ് സർവീസും. ഇതൊന്നും അധികം അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ, ടേബിളിൽ നിന്നൊന്നും അങ്ങനെ ക്വസ്റ്റ്യൻ കണ്ടിട്ടില്ല. പിന്നെ അടുത്തത് ഔട്ട്കം. ഒരു നല്ലൊരു ഹൗസ് കീപ്പിംഗ് സർവീസിന്റെ ഔട്ട്കം, റിസൾട്ട് എന്താണ്, അതിന്റെ ഫലമാണ് ചോദിച്ചത്. അവോയ്ഡ് ആൻഡ് കൺട്രോൾ ഇൻഫെക്ഷൻ, കറക്റ്റ് ആവറേജ് ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യുന്നത് അതിനകത്ത് കുറയ്ക്കാൻ, പോസ്റ്റ് മെഡിക്കൽ കെയറിന് വരുന്ന കോസ്റ്റ് കുറയ്ക്കാൻ, കറക്റ്റ് പേഷ്യന്റ് സഫറിങ്, പേഷ്യൻസിന്റെ കഷ്ടപ്പാടുകളൊക്കെ കുറയ്ക്കാനായിട്ട്, ഇന്റൻസിറ്റീസ് പബ്ലിക് റിലേഷൻ തീവ്രമാക്കുക, പോപ്പുലാരിറ്റി ഇൻക്രീസ് ചെയ്യാൻ, കൂടുതൽ പേഷ്യൻസ് വിസിറ്റ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നല്ലൊരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ, ഇതാണ് ഔട്ട്കം. ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ് ചെക്ക്ലിസ്റ്റ് ഉപയോഗിക്കുന്നത്, ഹൗസ് കീപ്പേഴ്സ് ഉപയോഗിക്കുന്നതാണ്. പിന്നെ ക്ലീനിങ് ഡ്യൂട്ടീസ് ആണ് പേഷ്യന്റ് റൂമുമായി ബന്ധപ്പെട്ട്, പേഷ്യന്റ് റൂം ബാത്റൂം ക്ലീനിങ് പ്രൊസീജിയർ, ടെർമിനൽ ക്ലീനിങ് ടാസ്കുകൾ. പിന്നെ അടുത്ത് ഡിസിൻഫെക്റ്റന്റിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? നല്ലൊരു ഡിസിൻഫെക്റ്റന്റ് പ്രോപ്പർട്ടീസ്. പിന്നെ ചലഞ്ചസ് ആണ്, ഹൗസ് കീപ്പിംഗ് സർവീസ് നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? പിന്നെ റെസ്പോൺസിബിലിറ്റി, ഹൗസ് കീപ്പർ മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റി. ഇപ്പൊ നമുക്ക് വേറെ റെസ്പോൺസിബിലിറ്റി ഒന്നും പഠിക്കാനില്ല, അപ്പൊ അതുകൊണ്ട് റെസ്പോൺസിബിലിറ്റി ഒരു പ്രാവശ്യം ഒന്ന് വായിച്ചു വെച്ചാൽ മതി, കൺഫ്യൂസ്ഡ് ആവാനില്ല, അത് മാത്രമേ നമുക്ക് പഠിക്കാവുള്ളൂ. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഹൗസ് കീപ്പിംഗ് സർവീസസ് ലൊക്കേറ്റഡ് ഇൻ ഡാഷ്. Housekeeping services located in dash. Option A is situated in a non-prime area. Option B is situated in a prime area. Option C is both A and B. Option D is none of the above. നമ്മൾ പറഞ്ഞല്ലേ ഉള്ളൂ, situated in non-prime area. Option A ആണ് correct. അധികം പ്രാധാന്യമില്ലാത്ത സ്ഥലത്തായിരിക്കണം. In housekeeping services, organogram has mainly dash level. എത്ര ലെവൽ ഉണ്ട്? 3 level. Okay. Discharge cleaning mainly involves. Discharge cleaning il varunathu. Okay. Option A mopping floor. Option B waxing floor. Option C dusting high ceiling. Option D make ready the room for another patient. The discharge option D ആണല്ലേ, നമ്മൾ വേറൊരു പേഷ്യന്റിന് വേണ്ടി റെഡി ആക്കാണ്. Make ready for, അതിന് വേണ്ടിയിട്ടുള്ള ക്ലീനിങ്. Make ready the room for another patient. Who leads the housekeeping department? Housekeeping department lead ചെയ്യുന്നത് ആരാ? Housekeeping employee, then executive housekeeper manager, both A and B, none of the above. രണ്ടുപേർക്ക് ലീഡ് ചെയ്യാൻ അവരാരുമല്ല. ഓപ്ഷൻ ബി ആണ് അല്ലെ, എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ മാനേജർ ആണ് ലീഡ് ചെയ്യുന്നത്. Okay, the practice of assigning housekeeping work to existing employee. അവിടെ നിലവിലുള്ള ജോലിക്കാരെ കൊണ്ട് ജോലി ഏൽപ്പിക്കുന്ന രീതി, അതായത് ഇൻസോഴ്സിംഗ് സർവീസസ്. ഓപ്ഷൻ ബി ഔട്ട്സോഴ്സിംഗ് സർവീസസ്. ഓപ്ഷൻ സി both A and B. ഓപ്ഷൻ ഡി none of the above. ഏതാണ്? ഉള്ളിലുള്ളത് അല്ലെ, ഹോസ്പിറ്റലിന്റെ ഉള്ളിലുള്ള സ്റ്റാഫുകളെ തന്നെ ഇൻസോഴ്സിംഗ് സർവീസസ്. പിന്നെ അതിനകത്ത് SOP ചോദിച്ചിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. എക്സ്പാൻഡ് SOP, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. പിന്നെ അടുത്ത് നോക്കി,
Which of the following, ഒന്ന് ശ്രദ്ധിച്ചേ, which of the following is not included in the properties of disinfectant? ഡിസിൻഫെക്റ്റന്റിന്റെ പ്രോപ്പർട്ടീസിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത്? ഓപ്ഷൻ എയിൽ നോക്കിയേ, ഷുഡ് പ്രൊഡ്യൂസ് എ സ്വിഫ്റ്റ് കിൽ, പെട്ടെന്ന് നശിപ്പിക്കുന്ന ആ ഒരു ഇതായിരിക്കണം. Then should be insoluble in water, insoluble in water. Option C should have a cleaning property, നല്ല ക്ലീനിങ് പ്രോപ്പർട്ടി വേണം. Then option D should not harm the environment, environmental harm ആവട്ടെ. ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാത്തതാ ചോദിച്ചേക്കണേ. ഏതാണ് ഓപ്ഷൻ ഏതാ വന്നെ? ഒരു ഡിസിൻഫെക്റ്റന്റിന്റെ പ്രോപ്പർട്ടീസിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത്? ഓപ്ഷൻ ബി ആണ്. അതൊന്ന് ശ്രദ്ധിച്ചേ. ഷുഡ് ബി ഇൻസോലിബിൾ. ഇൻസോലിബിൾ എന്ന് പറഞ്ഞാൽ എന്താ? ലയിക്കാത്തത്. നമ്മൾ സോലിബിൾ ഇൻ വാട്ടർ എന്നല്ലേ പഠിച്ചത്. ഡിസിൻഫെക്റ്റന്റിന്റെ പ്രോപ്പർട്ടീസിൽ ഒരു നല്ലൊരു ഡിസിൻഫെക്റ്റന്റ് എങ്ങനെയായിരിക്കണം? വെള്ളത്തിൽ ലയിക്കുന്നതായിരിക്കണം നമ്മൾ പഠിച്ചത്. സോലിബിൾ ആയിരിക്കണം എന്നാ പഠിച്ചത് അല്ലേ? ഇവിടെ പറഞ്ഞേക്കുന്നത് ഏതാ? ഇൻസോലിബിൾ എന്നാണ്, ലയിക്കാത്തത്. അപ്പൊ അതാണ് എന്റെ പ്രോപ്പർട്ടീസിൽ അല്ലാത്തത് വരുന്നത്. Which of the following is a responsibilities of housekeeping manager? Option A monitor all the daily operations. Option B create staffing schedules. Option C establish standards and procedure for work. Option D all of the above. Okay. ഇനി അടുത്തത് ചാപ്റ്റർ റെസ്പോൺസിബിലിറ്റി ആണ്. റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. പേജ് നമ്പർ എന്ന് പറഞ്ഞേ. 94 അല്ലേ? റെസ്പോൺസിബിലിറ്റി ഇതിനകത്ത് നമുക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ റെസ്പോൺസിബിലിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത്, ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത്? സ്ട്രാറ്റജിക് പ്ലാനിംഗ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, പോളിസി ഡെവലപ്മെന്റ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഫെസിലിറ്റീസ് ആൻഡ് എക്വിപ്മെന്റ് മാനേജ്മെന്റ്, ക്വാളിറ്റി അഷുറൻസ് ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി, കമ്മ്യൂണിറ്റി റിലേഷൻ, റിസ്ക് മാനേജ്മെന്റ്, ഇൻഫർമേഷൻ മാനേജ്മെന്റ്, കൊളാബറേഷൻ ആൻഡ് ലീഡർഷിപ്പ്. ഇത്രയും 10 ഇത് ഉണ്ട്. അതിനകത്ത് റെസ്പോൺസിബിലിറ്റി ഇൻക്ലൂഡ് ചെയ്തത്, ഇൻക്ലൂഡ് ചെയ്യാത്തത്. പിന്നെ അടുത്തത് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇതൊക്കെ റെസ്പോൺസിബിലിറ്റി വന്നത് ഏത്? അല്ലെങ്കിൽ ഇപ്പൊ ഏതെങ്കിലും ഒന്ന് തന്നിട്ട് ആർക്കടെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് ചോദിക്കാം. ഷെഡ്യൂളിംഗ് അപ്പോയിന്റ്മെന്റ്സ്, കോർഡിനേറ്റിംഗ് പേഷ്യന്റ് കെയർ, ആൻസറിംഗ് ഫോൺ കോൾസ്, മാനേജിംഗ് പേഷ്യന്റ് ഇൻഫർമേഷൻ, processing medical records, handling administrative task, providing task, then providing customer services. അതിനകത്ത് ആ പാരഗ്രാഫിൽ ഇതൊന്നും നമ്മൾ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും. എങ്കിലും അതങ്ങനെ ചോദിച്ച് കണ്ടിട്ടുണ്ട് കേട്ടോ. ആ ക്വസ്റ്റ്യൻ നോക്കി ഓവറോൾ നമ്മൾ ചുരുക്കി പറയുകയാണെങ്കിൽ, മൊത്തത്തിൽ പറയുകയാണെങ്കിൽ outpatient secretary plays the key role in making sure that the outpatient department runs smoothly and efficiently. Outpatient department സ്മൂത്ത് ആയിട്ട് എഫിഷ്യന്റ് ആയിട്ട് പ്രവർത്തിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തേണ്ട ആരാണ്? ഔട്ട്പേഷ്യന്റ് സെക്രട്ടറി. മാറിപ്പോയില്ലോ. ഔട്ട്പേഷ്യന്റ് സെക്രട്ടറി, ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ. പിന്നെ ജോബ് സമ്മറി ഓഫ് മെഡിക്കൽ സെക്രട്ടറിയുടെ ജോബ് സമ്മറി ഒന്ന് വെറുതെ വായിച്ചു പോയാൽ മതി. പിന്നെ അതുപോലെ തന്നെ ജോബ് സമ്മറി ഓഫ് ആൻ OPD എക്സിക്യൂട്ടീവ്, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എക്സിക്യൂട്ടീവിന്റെ ജോബ് സമ്മറി. പിന്നെ അടുത്ത പേഷ്യന്റ് കൗൺസിലർ അദ്ദേഹത്തിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റി. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെയും ലാസ്റ്റ് നമ്മളൊരു കൺക്ലൂഷൻ പോലെ കൊടുത്തേക്കണതാ. അത് നമ്മൾ അണ്ടർലൈൻ ചെയ്തിട്ടിട്ടുണ്ട്. എങ്കിലും ഓവറോൾ the role of the patient counselor is to extend support and advocacy for the patient and their families. അല്ലെ? ഒരു ഉപദേശക ഇതായിട്ട് പേഷ്യന്റ് കൗൺസിലർ ആയിട്ട് നിൽക്കുക. അത് നോക്കാം കേട്ടോ. അത് നമ്മൾ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ബേസിക് സ്കിൽസുകളാണ്.
ഒരു നോൺ ക്ലിനിക്കൽ സ്റ്റാഫിന് വേണ്ട ജോലിക്ക് വേണ്ട ബേസിക് സ്കിൽ അടിസ്ഥാന കഴിവുകൾ യോഗ്യതകൾ എന്തൊക്കെയാ? കമ്മ്യൂണിക്കേഷൻ സ്കിൽ, കസ്റ്റമർ സർവീസ് സ്കിൽ, ഓർഗനൈസേഷൻ സ്കിൽ, ടെക്നോളജി സ്കിൽ, പ്രോബ്ലം സോൾവിംഗ് സ്കിൽ, confidentiality and ethics, teamwork and collaboration, adaptability, empathy and compassion, then cultural competence. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് വരുന്നത്. കുറച്ച് ക്വസ്റ്റ്യനുകൾ നോക്കാം ഇതിലൂടെ. Dash play an important role in overseeing the operations and the management of healthcare facility. Play an important role in overseeing the operation and management of overall management of hospital. Arana hospital administrators. Okay, Dash supervise the hospital's budget and the financial operation. Option A, doctor. Option B, nurse. Option C, administrator. Option D, the radiologist. Okay, administrator. Which of the following is the responsibilities of hospital administrator? Administrator responsibility human resource management, community relation, option C financial management, all of the above. Aditya, first option. Dash play an important role in maintaining a positive relationship with the community. Arana hospital administrators, public administrators, educational administrators. Option D, hospital administrator. Dash supervise the requirement, hiring and training of staff members. Phlebotomist, pharmacist, hospital administrator, none of the above. Hospital administrator. In the outpatient secretary duties, another. And OPD executive play an important role in supervising the operation of the Dash department in a hospital. Is a department OPD executive plays an important role in supervising the operations of the Dash department in a hospital. Then outpatient department. In a patient counselor is also known as Dash. Patient counselor. Patient advocate. Patient advocate. Patient liaison. Both A and B. The Dash often the first point of contact for the patient. First point of contact. Outpatient secretary, medical secretary, patient counselor. First point of contact. Outpatient secretary. They Dash supervise the requirements, hiring and the training of staff members. Clinical staff, optician, hospital administrator, entry staff, and hospital administrator. The non-clinical, which of the following are among the skills required of non-clinical staff? Communication skill, option B the customer service skill, option C the technology skill, option D all of the above. All of them. Three chapters ഒക്കെയാണ് നമ്മളൊക്കെ പഠിച്ചത്. അപ്പോ ഇച്ചിരി ചാപ്റ്റേഴ്സ് ഇത്തിരി വലിയതാവുന്നുള്ളൂ, എന്നാലും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി നിങ്ങൾക്ക് വരുന്ന മോഡ്യൂൾ എക്സാം ആണ്, തേർഡും ഫോർത്തിന്റെയും എക്സാം അല്ലെ. തേർഡ് ഫോർത്ത് മൊഡ്യൂളിൽ ഒരു എക്സാം ഉണ്ടാവും, അതിനുശേഷമായിരിക്കും മെയിൻ എക്സാം വരുന്നത്. ടൈം ടേബിള് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പഠിക്കുക. മെയിൻ എക്സാമിന് ആ ഗൈഡ് കൂടിയൊക്കെ വെച്ചിട്ട് പഠിക്കാം. നിങ്ങള് എന്താ പറയാ, എല്ലാരും മോക്ക് ടെസ്റ്റുകളൊക്കെ തന്നെ ഉണ്ടല്ലോ, അതിനകത്തൊക്കെ തന്നെ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നമ്മൾ ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ 5 ക്വസ്റ്റ്യൻ വീതം നമ്മൾ ഓൾറെഡി ചെയ്യുന്നുണ്ട്. അത്രയൊക്കെ ഉള്ളൂ. അപ്പൊ ഇനി ഇന്നും കൂടിയല്ലേ നിങ്ങൾക്ക് ക്ലാസ് പറഞ്ഞിട്ടുള്ളൂ. ഇനിയിപ്പോ സാറുണ്ട് അല്ലെ, നെക്സ്റ്റ് അവർ സാറാണ്. സാറ് കയറും. സാറല്ലേ? അതെ, ഇന്നും കൂടി ഉള്ളൂ.
വരുന്നുണ്ട്. അതിനകത്ത് ഓപ്ഷൻ നോക്കി നിങ്ങൾ ആൻസർ ചെയ്താൽ മതി കേട്ടോ. ഓപ്ഷൻസ് നോക്കിയിട്ട് ആൻസർ ചെയ്യുക. നമ്മള് പഠിച്ചത് വെച്ചിട്ട് നോക്കുമ്പോൾ ഇപ്പൊ ഫ്രണ്ട് ഓഫീസിൽ നമ്മൾ പഠിച്ചില്ലേ, ഫസ്റ്റ് പോയിന്റ് ഓഫ് കോണ്ടാക്ട്, പേഷ്യന്റ് ആദ്യം ചെല്ലുമ്പോൾ കോണ്ടാക്ട് ചെയ്യുന്ന സ്ഥലം ഇതാണ് ഫ്രണ്ട് ഓഫീസ്. ഓപ്ഷൻസ് ഒന്ന് നോക്കാം അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ. വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല, എളുപ്പമുള്ള എക്സാം ആയിരിക്കും. പിന്നെ ഫസ്റ്റ് മൊഡ്യൂളും ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂൾ കഴിഞ്ഞപ്പോ എക്സാം എഴുതി നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. അതുകൊണ്ട് എക്സാമിനെ കുറിച്ച് ടെൻഷൻ ഒന്നുമില്ല. ഇനി കുറച്ച് സമയമായിട്ട് നിങ്ങൾക്ക് പറ്റുന്ന പോലെ ഇരുന്ന് വാങ്ങിക്കാം. പിന്നെ നാളെ മറ്റന്നാളൊക്കെ അവധി, തിങ്കളാഴ്ച മുതൽ നമ്മൾ ക്ലാസ് ഉള്ള പോലെ തന്നെ നിങ്ങൾ ഇങ്ങനെ പഠിച്ചാൽ മതി. അപ്പൊ പിന്നെ കുഴപ്പമില്ല. എന്തായാലും നമ്മൾ ഉച്ച കഴിഞ്ഞിട്ട് നിങ്ങള് ഇരിക്കല്ലേ, 1:30 to 3:30 വരെ നമ്മള് സമയമുണ്ട്, 2 മണിക്കൂർ. അതുപോലെ തന്നെ നിങ്ങൾ എക്സാം കഴിയുന്നവരൊക്കെ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പഠിക്കാം. അപ്പൊ നിങ്ങൾ ക്ലാസ് തീർന്നിട്ടില്ല എന്നുള്ള രീതിയിൽ അങ്ങനെ ഇരുന്ന് പഠിച്ചാൽ മതി. അപ്പൊ അത്രയും നമുക്ക് കവർ ചെയ്ത് പോകാം. പിന്നെ നിങ്ങൾ ഓരോ ചാപ്റ്ററുകളും പഠിച്ചു വരുമ്പോ ആ മോക്ക് ടെസ്റ്റുകൾ കൂടി വെച്ചിട്ട് അതും കൂടി ഒന്ന് പഠിച്ചു പോവുക കേട്ടോ. പിന്നെ വേറെ ഒന്നുമില്ല, നല്ലൊരു ബാച്ചായിരുന്നു. അതാണ് നമുക്ക് കുറെ ബാച്ചുകൾ നമ്മൾ എടുക്കുന്നതല്ല, അപ്പൊ കുറച്ച് ബാച്ചുകളിലൊക്കെയാണ് ഇങ്ങനെ വലിയ കുട്ടികൾ ഉണ്ടാവുള്ളൂ. എന്ന് വെച്ചാൽ നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നതാണ്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെയും കാണുള്ള, ഞങ്ങള് എന്തൊരു സ്ക്രീനിൽ മാത്രം നോക്കിയാ അത് വീഡിയോ ഓഡിയോ ഒക്കെ ഇവിടെ മ്യൂട്ടാ, ഞങ്ങൾ പറയുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് ആകെ ഒരു ഇതെന്ന് പറഞ്ഞാൽ മെസ്സേജുകളാണ്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറയാനുണ്ട്. പക്ഷെ നിങ്ങൾക്ക് അതിന്റെ ആവശ്യം വന്നിട്ടില്ല. നമ്മൾ പറയണമെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യേണ്ട, അതാണ്. പിന്നെ അഥവാ എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ നിങ്ങൾ അപ്പൊ തന്നെ മെസ്സേജ് ഇടുന്നത് കൊണ്ടാണ് പിന്നെ ലാസ്റ്റ് നമ്മൾ അങ്ങനെ ടൈമേ, വേറൊന്നുമല്ല, ഞങ്ങൾ വേഗം തീർക്കുന്നത് എന്താന്ന് വെച്ചാൽ ഇതുപോലെ നമുക്ക് എന്നാലാണ് ഞങ്ങൾ പഠിപ്പിച്ചിട്ട് വെറുതെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു സമാധാനം ഇല്ല. ചിലപ്പോ 1-2 ബാച്ചിനൊക്കെ നമുക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ട്. ലാസ്റ്റ് തീർന്നിട്ട് ഒറ്റ നിമിഷം പോലും കൊടുക്കാൻ പറ്റാത്ത ക്ലാസ് ഉണ്ടായിട്ടുണ്ട്. അവർക്കും ഭയങ്കര വിഷമായിരുന്നു, റിവിഷൻ ഒന്നും കിട്ടിയില്ലാന്ന്. അപ്പൊ എന്ന് പറയും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കുടെയും റിവിഷൻ ഇപ്പൊ ഓൾറെഡി കിട്ടിയല്ലോ മിസ്സുമാർക്കടെ. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് മൊത്തം ചാപ്റ്ററുകൾ നമ്മൾ എടുത്ത ചാപ്റ്ററൊക്കെ എല്ലാം ഒന്ന് ഓടിച്ച് പറഞ്ഞു പോകുമ്പോ നമുക്കും നിങ്ങൾക്കും ഒരു ഇതായിരിക്കും. അപ്പൊ അതിനു വേണ്ടിയാണ് നമ്മൾ അധികം അവിടെ നമ്മൾ വെറുതെ വർത്താനം പറഞ്ഞ് വെറുതെ സമയം കളഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് നമുക്ക് ഈ റിവിഷനുള്ള ടൈം കിട്ടൂല. അവര് കറക്റ്റ് ആയിട്ട് ഞങ്ങൾക്ക് അത് തന്നിട്ടുണ്ട്. ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂൾ ആവുമ്പോഴേക്ക് ഇത്രയും ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യണം, ഇത്രയും ടോപ്പിക് അത്രയും വെച്ചിട്ടാണ് നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് അത്രയും ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് ഇവിടെ കറക്റ്റ് റൂൾ ഉണ്ട്. അതനുസരിച്ച് നമ്മൾ ഇത്രയും ടൈം കൊണ്ട് തന്നെ നമ്മൾ തീർക്കണം. എന്നാലാണ് നിങ്ങൾക്ക്, അപ്പൊ അതിനനുസരിച്ചാണ് ഞങ്ങൾ എല്ലാവരും ഓടി പോയത്. വെച്ചാൽ ലാസ്റ്റ് നിങ്ങൾക്ക് റിവിഷൻ തന്നുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ പിന്നെ നമുക്ക് ഭയങ്കര വിഷമം. 1-2 ബാച്ചിനൊക്കെ നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റാതെ പോയിട്ടുണ്ട്. വെച്ചാൽ കുട്ടികൾ ചിലപ്പോ റെസ്പോണ്ട് ചെയ്യാത്തവരായിരിക്കും. അപ്പൊ നമ്മൾ ചോദിച്ച് അവരെ കൊണ്ടൊന്ന് മിണ്ടി പറയിച്ചു വരുമ്പോ തന്നെ ചിലപ്പോ സമയം പോകും. നിങ്ങളെ സംബന്ധിച്ച് അങ്ങനെ അതിന് വേണ്ടി നമുക്ക് സമയം ഒട്ടും കളയേണ്ടി വന്നിട്ടില്ല. ഓക്കെ ആണോ എന്ന് ചോദിക്കണേക്കാൾ മുന്നേ നിങ്ങൾ അത് തമ്മിട്ട് പോകുന്നതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടി ഫാസ്റ്റ് ആയിരുന്നു. അതാണ് നമുക്ക് ഇത്രയും സമയം കിട്ടിയത്. 2 ക്ലാസ് ആണെങ്കിൽ നമുക്ക് റിവിഷൻ ചെയ്യാനുള്ളത് കറക്റ്റ് ടൈറ്റ് ആണ് നമുക്ക് ക്ലാസ്. ഇത്രയും സമയം കൊണ്ട് ഇത്രയും പോർഷൻസ് തീർക്കാൻ ഇത്രയും ക്ലാസ് വേണം. അത് നമ്മള് ഇപ്പൊ എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ ഇങ്ങനെ നമുക്കറിയാം ഒരു ചാപ്റ്ററിന് ഇത്രയും ഇത് വേണം. അത് അതിനനുസരിച്ച് അത്രയും സമയം കൊണ്ട് നമുക്ക് തീർക്കണം, അത്രേ ഉള്ളൂ. പിന്നീട് അതിനൊരു സമയം ഇല്ല. അങ്ങനെ വെച്ച് നിങ്ങൾ വേഗം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എടുത്തതൊക്കെ ഇതുപോലെ, പക്ഷെ അവർക്കുടെ റെസ്പോണ്ടിന്റെ കാര്യമായിട്ട് ഞാൻ പറഞ്ഞത്. എന്താ വെച്ചാൽ പെട്ടെന്ന് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുമ്പോഴാണ് ഞങ്ങൾക്ക് ഇപ്പൊ നിങ്ങളുടെ ആ ഒരു ചിലപ്പോ നിങ്ങളെ സംബന്ധിച്ച് ഒരു ചെറിയൊരു തമ്പ്, പക്ഷെ അത് കാണുമ്പോൾ ഞങ്ങൾക്ക് വരുന്ന ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ നമുക്കത് പറയാൻ പറ്റില്ല. നമ്മൾ പഠിപ്പിക്കുന്ന കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആണെങ്കിൽ മാത്രമാണ് നമുക്കൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. അല്ലാതെ വെറുതെ എന്തെങ്കിലും പറഞ്ഞു പോയിട്ട് കാര്യമില്ലല്ലോ. നിങ്ങളത് ഫോളോ ചെയ്യണം, നിങ്ങളത് കറക്റ്റ് മനസ്സിലാക്കണം അല്ലേ. ഈ ഗുഡ് ടീച്ചർ, എല്ലാവരും നല്ല ടീച്ചറല്ല, ടീച്ചർമാർ ഇഷ്ടം പോലെ ഉണ്ട്, നിങ്ങൾക്ക് പറയാം അല്ലെ. പക്ഷെ ഒരു ഗുഡ് ടീച്ചർ എന്ന് പറഞ്ഞ എന്താണ്, കുട്ടികളുടെ ഉള്ളില് എന്നും നമ്മൾ പറയും. നമുക്കും ഇപ്പൊ ചില ടീച്ചർമാരൊക്കെ ഒരിക്കലും മറക്കാൻ പറ്റാത്തവരായിട്ട് നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളവരില്ലേ. എന്തോരം ടീച്ചർമാര് നമ്മളിപ്പോ നമ്മളെ അംഗൻവാടി മുതൽ അല്ലെ ഓരോ ക്ലാസ്സുകൾ പഠിച്ച് ഇത്രയും വരെ എത്തിയതിൽ കുറച്ച് ടീച്ചർമാര് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ എന്ന് സൂക്ഷിക്കുന്നവരുണ്ട്. എന്താ, നമ്മൾ അത്രത്തോളം അവരെ ആഴത്തിൽ നമ്മൾ ഇഷ്ടപ്പെട്ടോണ്ടാണ് അല്ലെ. അവരുടെ ക്ലാസ്സുകൾ ഇഷ്ടാവും, ചിലപ്പോൾ ഓരോരുത്തരും ഫോളോ ചെയ്യുന്ന രീതികളായിരിക്കും, നിങ്ങളോടുള്ള ഇന്ററാക്ഷൻ ആയിരിക്കും അല്ലെ.
നമ്മൾ എനിക്കൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോഴും ഞാൻ ഡിഗ്രിക്കൊക്കെ പഠിച്ചപ്പോ ഒരു മോഡി മിസ് എന്ന് പറഞ്ഞ മിസ് ഉണ്ടായിരുന്നു. എന്താ പെർഫെക്റ്റ് ആണെന്നറിയോ? ആ മിസ്സിനെയൊക്കെയാണ് നമ്മൾ ശരിക്കും റോൾ മോഡൽ ആക്കണ്ടേ. നമ്മള് എല്ലാവരും ആ ഒരു ഇതില് ചിലപ്പോ ആ ഒരു ഇത് കഴിവ് കിട്ടിയെന്ന് വരില്ല. പക്ഷെ എന്താ പറയാ, ആ മിസ്സിന്റെ ക്ലാസ് ഒക്കെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ അതുകൊണ്ട് മിസ്സിന്റെ ക്ലാസ് മാത്രം കട്ട് ചെയ്യില്ല. ചില ഇങ്ങനെ ബോറടിക്കുന്ന ക്ലാസ് ഒക്കെ ആണെങ്കിൽ പിള്ളേരല്ലേ കോളേജിലൊക്കെ പോകുമ്പോ അങ്ങനെ കട്ട് ചെയ്തൊക്കെ നടക്കും. പ്രത്യേകിച്ച് ബോയ്സ് അവര് ഭയങ്കര ഇതാണ്. പക്ഷെ ആ മിസ്സിന്റെ ക്ലാസ് മാത്രം കട്ട് ചെയ്ത അത്രയും ഇതായിരുന്നു. നമ്മുടെ മനസ്സിൽ എപ്പോഴും ഒരു ലക്ഷ്യബോധം വേണം. നന്നായിട്ട് പഠിക്കുക. ഇപ്പൊ എന്തായാലും ഇത്രയും കഷ്ടപ്പെട്ടൊക്കെ പല പല രീതിയിലൊക്കെ നമ്മൾ കഷ്ടപ്പെട്ടൊക്കെയാണ് ക്ലാസ്സിൽ കയറിയത് അല്ലെ. അപ്പൊ അത് നമ്മള് എക്സാം വരേക്കും നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടണ വരേക്കും നിങ്ങൾ ഇതിനെ നോക്കാം. നമ്മുടെ മുന്നിൽ എല്ലാവരും പറഞ്ഞ് എല്ലാവരെയും നല്ല റിസൾട്ട് കിട്ടി നിങ്ങൾ കാണിച്ചു കൊടുക്കണം. ഇനി കോൺവെക്കേഷൻ വരുമ്പോൾ എല്ലാവരെയും നേരിട്ട് കാണാം. എനിക്കറിയാൻ പറ്റൂല കേട്ടോ, പേരുകൾ പറഞ്ഞാൽ മാത്രമേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ. അല്ലാതെ നിങ്ങളെ ഞാൻ കാണുന്നില്ലല്ലോ. അതുകൊണ്ട് അപ്പൊ എന്റെ അടുത്ത് വന്ന് മിണ്ടണം കേട്ടോ. കഴിഞ്ഞ 2 ബാച്ചില് 3 മുന്നേ ഉള്ളതാണ് ഒരു ബാച്ചിലെ കുട്ടികൾ ഒന്നും മിണ്ടിയില്ല. ഞങ്ങൾക്ക് ഭയങ്കര വിഷമായി പോയി. എന്നിട്ട് അത് നിഷാമാമിനെ കൊണ്ട് ഞങ്ങളത് പറയിച്ചു അവിടെ. അന്നേരം നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് റെസ്പോണ്ട്, ഞങ്ങളെ ഒന്ന് കണ്ടിട്ടുള്ളൂ പോലെ ഉള്ളൊരു ഭാവം പോലും ഉണ്ടായിരുന്നില്ല. അപ്പൊ നമുക്ക് വിഷമാവില്ലേ? നിങ്ങൾ വന്ന് ഞങ്ങളോട് സംസാരിച്ചാലാണ് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ നിങ്ങള് എത്രയോ ബാച്ചുകൾ നമ്മൾ പോകുന്ന പേരുകൾ പറയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. സ്ഥിരമായിട്ട് കയറുന്നവര് ഒക്കെ നമ്മളത് അറിയാലോ. അപ്പൊ നിങ്ങൾ വന്ന് സംസാരിക്കുക. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഇനിയിപ്പോ സാറ് ജോയിൻ ചെയ്യും, സാറ് കയറും. അപ്പൊ സാറിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ സാറ് പറഞ്ഞു തരും. അപ്പൊ എന്നാലും ഇനിയിപ്പോ നമ്മൾ എന്നാ കാണാം, കോൺവെക്കേഷൻ ആയിട്ട് ഇനി കാണുള്ളൂ. എല്ലാവരും വന്ന് സംസാരിക്കണം. ഓക്കെ, താങ്ക് യു. ഞാനിന്ന് ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ. ഇനി ഈ പറഞ്ഞാല് എവിടെയെങ്കിലും വെച്ച് കാണുകയാണെങ്കിൽ മിണ്ടാതിരിക്കരുത് കേട്ടോ. എവിടെയെങ്കിലും ഇപ്പൊ ഞങ്ങളാണെങ്കിലും ഹോസ്പിറ്റലിലൊക്കെ വന്ന് നിങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ ജോലിക്ക് കയറി കഴിഞ്ഞാൽ മെസ്സേജ് വന്ന് വിളിക്കണം. ഓക്കെ, ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ. അപ്പൊ എല്ലാവർക്കും താങ്ക് യു. നല്ല കുട്ടികളായിരുന്നു കേട്ടോ. എല്ലാവരും നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നത് നല്ല ഇതായിട്ട് ക്ലാസ്സിലിരിക്കുന്ന കുട്ടികൾ തന്നെയായിരുന്നു. ഓക്കെ, താങ്ക് യു. അപ്പൊ ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. സാർ ഇപ്പൊ ജോയിൻ ചെയ്യൂ കേട്ടോ. താങ്ക് യു.